ഈ പൊറാട്ടയും കഴിച്ച് ചട്ടിപ്പത്തിരിയും കഴിച്ച് എന്നാൽ പിന്നെ രണ്ടും കൂടി ഒന്നായ പിന്നെ എങ്ങനെ ഉണ്ടാവും? റെഡിയാക്കി നോക്കിയാലോ, നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം. ബാക്കി വന്ന പൊറാട്ട എടുത്താൽ മതി കേട്ടോ, ചപ്പാത്തി വേണ്ട. ബാക്കി വന്ന പൊറാട്ടയോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി ഐറ്റം തന്നെയല്ലേ സെറ്റാക്കി എടുക്കുന്നത്. പൊറാട്ട ഒരു 3 പൊറാട്ട ഇതേപോലെ മുറിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെക്കാം കേട്ടോ, ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് 2 ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഉള്ളി നല്ല പോലെ വയന്ന് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രം മതി. ചിക്കനിലേക്ക് എല്ലാ പൗഡറും ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ പൗഡറും മീൻസ് കോമൺ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക്, ഉപ്പ് മാത്രം ഇട്ട് ഫ്രൈ ചെയ്തൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടിയല്ല, മല്ലി ഇലയും കൂടി ഇട്ടാൽ പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചോട്ടോ. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 6 മുട്ട, നമ്മൾ ഏത് സോസ് പാനിലാണോ റെഡിയാക്കി എടുക്കുന്നത് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മുട്ടൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളക് കൂട്ടും ഒന്ന് ക്രഷ് ചെയ്യാനല്ല, നല്ല പോലെ അടിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒരു സോസ് പാനിലേക്ക് കുറച്ച് ഗീ തേച്ചിട്ട് മുട്ടേൻ്റെ മിക്സിലേക്ക് ഈ പൊറാട്ട ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ട് ഫസ്റ്റിലത്തെ ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ മിക്സില്ലേ, അത് മസാല 2ാമത്തെ ലെയർ ആക്കിയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 3ാമതൊരു ലെയറും കൂടി റെഡിയാക്കി എടുക്കുക. ബാക്കി വന്ന മുട്ട ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, സൈഡിലൊന്നും ഗ്യാപ്പില്ലാണ്ട്. ഇനിയിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് നല്ല 1/2 മണിക്കൂർ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള പൊറാട്ട ചട്ടിപ്പത്തി